അങ്ങനെ ഇന്ത്യയിലെ ലാപ്ടോപ്സ് ഒക്കെ ബാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കേട്ടത് ശരിയാണ്, പല ന്യൂസ് ഇപ്പം വരുന്നുണ്ട്, ലാപ്ടോപ്സ് ഒക്കെ ബാൻ ചെയ്യുന്നുണ്ട്. ലാപ്ടോപ്സ് ബാൻ ചെയ്യുന്നതല്ല, ലാപ്ടോപ്സിന്റെ ഇമ്പോർട്ട് ബാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല ബ്രാൻഡ്സ്, ഇപ്പൊ ആപ്പിൾ ആയാലും സാംസങ് ആയാലും HP ആയാലും പല ബ്രാൻഡ്സിന്റെ ലാപ്ടോപ്സ് ഉണ്ട്. ഇപ്പൊ ലെനോവോ, ഡെൽ, അതുപോലത്തെ മാർക്കറ്റ് ലീഡേഴ്സിന്റെ ഒക്കെ ലാപ്ടോപ്സ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ബ്രാൻഡ്സിന്റെ ഒക്കെ ലാപ്ടോപ്പ് ഇമ്പോർട്ട്സ് പൂർണ്ണമായിട്ട് ബാൻ ചെയ്യാൻ പോവുകയാണ്. മെയിൻ ആയിട്ട് ബാൻ കൊടുത്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ബ്രാൻഡ്സ്, ഇപ്പൊ ഡെൽ ആയാലും ലെനോവോ ആയാലും അതുപോലത്തെ ബ്രാൻഡ്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്താണ് ഇന്ത്യയിൽ ലാപ്ടോപ്സ് വിൽക്കുന്നത്. ആ ഒരു ഇമ്പോർട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ബ്രാൻഡ്സിനൊക്കെ കൊണ്ട് ഇവിടെ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇവിടെയുള്ള ആൾക്കാർക്ക് ജോലി കിട്ടും. ഇവിടുത്തെ എക്കണോമി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. എന്നാൽ ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ബ്രാൻഡ് ഇപ്പം ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ എല്ലാ ബ്രാൻഡ്സ് ഇമ്പോർട്ട് ആണ് ചെയ്യുന്നത്. ചൈനയിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ ചൈനീസ് ബ്രാൻഡ്സിന്റെ സ്മാർട്ട് ഫോൺസ് ആയാലും ഏതൊരു ബ്രാൻഡിന്റെ സ്മാർട്ട് ഫോൺ ആയാലും അതിലൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ടാഗ് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് ആ ഒരു ബ്രാൻഡ്സിന്റെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഒന്ന്, രണ്ടാമതെന്ന് പറയുന്നത് ഇവിടെയുള്ള ആൾക്കാർക്ക് ജോലി കിട്ടും. പിന്നെ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് നടക്കും. ഇതേ സെയിം പരിപാടിയാണ് ലാപ്ടോപ്പിന്റെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. ലാപ്ടോപ്പ് ഇമ്പോർട്ട് ചെയ്യുന്ന പെട്ടെന്ന് ബാൻ ചെയ്യണമെങ്കിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ഡിമാൻഡ് കൂടുതലായിരിക്കും, അതിനനുസരിച്ചുള്ള സപ്ലൈ കാണത്തില്ല. ഓൾറെഡി കുറെ സ്റ്റോക്ക് അവർ ഇറക്കി വെച്ചിട്ടുണ്ടാവും, അത് അവർ മുതലെടുക്കും. അതായത് പ്രൈസ് കൂട്ടും. ഇപ്പൊ 30,000 റുപ്പീസിന് കിട്ടുന്ന ലാപ്ടോപ്പ് ഒരു നൈസ് 50,000 60,000 പ്രൈസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഇപ്പൊ ഉള്ള സ്റ്റോക്ക് തന്നെയാണ് ഈ ഒരു പേരും പറഞ്ഞ് പ്രൈസ് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അസ്യൂസ് എടുത്താലും ലെനോവോ എടുത്താലും ഡെൽ എടുത്താലും എല്ലാം ബൾക്കിനാണ് പ്രോഡക്ട്സ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ പ്രോഡക്ട്സ് ഇത്രയും ബൾക്കിന് കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ എക്കണോമിക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവാത്തതുകൊണ്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഇതൊരു നല്ല കാര്യമായിട്ടും പറയാം, അതേ സമയത്ത് ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് ഇതിന്റെ പറകിലുണ്ട്. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് പ്രൈസ് കൂടുന്നതാണ്. നല്ല കാര്യം പറയാനാണെങ്കിൽ ഈ ആൾക്കാർക്ക് ജോലി കിട്ടും, അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ ബാക്കിയുള്ള ചൈനീസ് ബ്രാൻഡ്സ് ഒക്കെ ഫോൺ ഉണ്ടാക്കുന്ന ബ്രാൻഡ്സ് ഉണ്ടല്ലോ, റിയൽമി, ഓപ്പോ, ഈ ബ്രാൻഡ്സിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ റിയൽമി അതുപോലത്തെ ബ്രാൻഡ്സ് ഒക്കെ ഇവിടെയും പ്ലാന്റ് ഉണ്ട്. അപ്പൊ അവിടെ ആൾക്കാർ ജോലി ചെയ്യില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു ബ്രാൻഡ്സിനൊക്കെ ഇവിടെ ജോലി കൊടുക്കാൻ പറ്റും ഇഷ്ടം പോലെ ആൾക്കാർക്ക്. അതുപോലെ തന്നെയാണ് പ്രൈസും കുറയ്ക്കാൻ പറ്റും ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ. ഇതൊരു നല്ല കാര്യമാണ് ലോങ് ടേം ബേസിൽ നോക്കുകയാണെങ്കിൽ. എന്നാൽ ഷോർട്ട് ടേം ആയിട്ട് പറയാനാണെങ്കിൽ ലാപ്ടോപ്സിന്റെ ഒക്കെ പ്രൈസ് നല്ലവണ്ണം കൂടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ബാൻ ചെയ്യുകയാണെങ്കിൽ പ്രൈസ് കൂടും, അത് ഉറപ്പാണ്. എന്നാൽ ഇതൊരു കമ്പനീസ് ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് 30,000 ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഷോപ്പിലൊക്കെ ഇരിക്കുന്ന സ്റ്റോക്കിന് വരെ വില കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ റീസെന്റ് ഗ്രാഫിക്സ് കാർഡിന്റെ ഒക്കെ പ്രൈസ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിലും വരാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഫൈനലി പറയാനുള്ളത്, ഇപ്പൊ ലാപ്ടോപ്സ് ഒക്കെ മേടിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ബാൻ വരെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെളിയിൽ നിന്നൊക്കെ മേടിക്കുന്നതാണ് ബെറ്റർ. അതായത് വെളിയിൽ നിന്ന് ആരെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ, ഇപ്പൊ ദുബായിലോ കാനഡയിലോ അതുപോലത്തെ കൺട്രീസിലൊക്കെ ആരെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവരുന്നതാണ് ബെറ്റർ. ഇവിടുത്തെ പ്രൈസ് ഇനിഷ്യലി നല്ലോണം കൂടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബാക്കിയുള്ള വീഡിയോസ് ചെക്ക് ചെയ്യുക. ദിസ് ഈസ് മോർമോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.